ഹലോ, വെള്ളം തിളയ്ക്കാറാകുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമ്മുടെ കോളിഫ്ലവർ 1-2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം പട്ട, ഗ്രാമ്പു എല്ലാം കുറഞ്ഞ അളവിൽ മാത്രം ചേർത്താൽ മതി. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നമ്മുടെ സവാള അതിലൊന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വലിയൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ തക്കാളി അരച്ചതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കോളിഫ്ലവറും പിന്നെ ഞാനൊരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു കിഴങ്ങും കൂടിയും ചേർത്ത് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് ഗ്രേവി എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് വാങ്ങാം. ഇപ്പം നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ.